ഖാദിരിയ സരണി എന്ന് പറയുന്ന സരണി. അങ്ങനത്തെ ഒരു സരണിയെ മഹാനവറുകൾ കെട്ടിപ്പടുക്കുന്നു. ജനങ്ങൾ ദിവസവും ഒഴുകുകയാണ്, ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഒരു ദിവസം മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ അടുക്കലേക്ക് ഒരു പുരോഹിതൻ കടന്നു വരികയാണ്. പുരോഹിതൻ പള്ളിയിലെ അച്ഛൻ കടന്നു വരുന്നു. പ്രഭാഷണം നടക്കുന്നു. പള്ളിയിലെ അച്ഛൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട് ഗൗസുൽ ആദമിന്റെ സദസ്സിലേക്ക്. പ്രഭാഷണ സദസ്സിൽ വെച്ച് ആ പുരോഹിതൻ മഹാനായ ഗൗസുൽ ആദമിന്റെ കയ്യിൽ നിന്ന് ഇസ്ലാം സ്വീകരിക്കുന്നു. എന്നിട്ട് സുമ്മഖാല ലിന്നാസ്, എന്റെ പ്രഭാഷണം കേൾക്കുന്ന ഈ ആളുകളോട് മുഴുവനും എനിക്ക് പറയാനുള്ളത്, പ്രഭാഷണത്തിൽ എത്ര ആളുകളാണുള്ളത്? എത്ര ആളുകളാ? മനുഷ്യന്മാര് തന്നെ 70,000 മേലെ ഉണ്ട് എന്ന് ചരിത്രം പറയുന്നു. മനുഷ്യന്മാർ 70,000 മേലെ, മലക്കുകളോ ലക്ഷക്കണക്കിന് മലക്കുകൾ, ജിന്നുകളോ ലക്ഷക്കണക്കിന് ജിന്നുകൾ. ഇതൊക്കെ മഹാനവറുകളുടെ പ്രഭാഷണ സദസ്സിലുണ്ട്. 70,000 എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രയും ജനങ്ങൾ മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ പ്രഭാഷണ സദസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ സദസ്സിലേക്ക് ഒരു പള്ളിയിൽ അച്ഛൻ കടന്നു വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ട് പറഞ്ഞു, ഇന്നി റജുലുൻ മിൻ അഹ്ലിൽ യമൻ, ഞാൻ യമൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. അൽ ഈമാനു യമാനിയുൻ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ യമൻ. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് യമനിയുടെ ഈമാനാണ്. അത് ഉവൈസുൽ ഖർനി അവിടെ ഉള്ളത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് ഹദീസ് വിശദീകരിച്ച് പണ്ഡിതന്മാർ പറയുന്നു. എന്തായാലും അൽ ഈമാനു യമാനിയുൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ യമൻ എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ഒരു പുരോഹിതൻ കടന്നു വന്നുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഗൗസുൽ ആദമിന്റെ സദസ്സിൽ ഒരു പ്രഭാഷണം. എന്താ? ഞാൻ യമനിൽ നിന്ന് വരുന്നതാണ്. വ ഇന്നൽ ഇസ്ലാമ വഖഅ ഫീ നഫ്സി, ഇസ്ലാം സ്വീകരിക്കണം എന്ന് എനിക്ക് വല്ലാത്ത തോന്നൽ വന്നു. ഇസ്ലാം സ്വീകരിക്കണം എന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹം വന്നു. അങ്ങനെ വഖവിയ അസ്മി അലാ അല്ലാ അസ്ലമ ഇല്ലാ അലാ യദി ഖൈരി അഹ്ലിൽ യമനി ഫീ ളന്നി, എന്റെ ധാരണയിൽ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തമനായ ഒരാളെ കൊണ്ടല്ലാതെ, ഒരാളുടെ കയ്യിലൂടെ അല്ലാതെ ഞാൻ ഇസ്ലാം സ്വീകരിക്കൂല എന്ന് ഞാൻ ഉറപ്പിച്ചു പിടിച്ചു. ആര് പറയാ? നസ്രാനിയായ പള്ളിയിലച്ഛൻ പറയാണ്, താൻ ഇവിടെ വരാനുള്ള, ഗൗസുൽ ആദമിന്റെ അടുക്കൽ വരാനുള്ള കാരണം എന്താണ് എന്ന് സദസ്യരോട് പറഞ്ഞു കൊടുക്കുമ്പോ പറയുന്നു, ഞാൻ ഇവിടെ വരാനുള്ള, ഞാൻ ഇസ്ലാം സ്വീകരിക്കണം എന്ന് എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹം വന്നപ്പോൾ ഇന്ന് ലോകത്ത് ഈ യമൻകാരുടെ അടുക്കൽ ജീവിക്കുന്ന ഏറ്റവും ഉത്തമനായ ഒരാളിലൂടെയല്ലാതെ ഇസ്ലാം സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു തീർത്തു പറഞ്ഞപ്പോഴോ ഞാൻ എന്ത് ചെയ്തു? ഉറപ്പിച്ചു. അങ്ങനെ അതും ചിന്തിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഉറക്കം വന്നപ്പോഴോ ഉറക്കത്തിൽ ഞാൻ കാണുന്നത് ആരെയാണ്? ഫറഅയ്തു ഈസ ഇബ്നു ഉംറാൻ റളിയല്ലാഹു അൻഹു അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉറക്കത്തിൽ കാണുകയാണ് ഈ പുരോഹിതൻ. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഉറക്കത്തിൽ കണ്ടപ്പോൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നുണ്ട്, യാ സിനാൻ, സിനാൻ എന്നാണ് ഈ പുരോഹിതന്റെ പേര്. ഓ സിനാനെ, ഇദ്ഹബി ഇലാ ബഗ്ദാദ്, നിനക്ക് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ നീ ബഗ്ദാദിലേക്ക് പോയിക്കോ. എന്നിട്ട് വാസിലിം അലാ യദി ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ കയ്യിലൂടെ ഇസ്ലാം സ്വീകരിച്ചോ. ഫഇന്നഹു ഖൈറു അഹ്ലിൽ അർളി ഫി ഹാദൽ വഖത്ത്, ഈ സമയത്ത് ഭൂമിയിൽ ഏറ്റവും ഉത്തമനായ ആള് ഗൗസുൽ ആദം മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളാണ്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? വഫാത്തായി പോയ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ നബി എന്റെ ആത്മീയ ലോകത്തെ കൂട്ടുകാരനായിരുന്നു എന്ന് ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്റെ ആത്മീയ ലോകത്ത് ഞാൻ ആത്മാവായി നിൽക്കുമ്പോൾ എന്റെ കൂട്ടുകാരനായി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എനിക്ക് കൂട്ടുകാരനായിട്ടുണ്ടായിരുന്നു. ഈ ഈസാ നബിയാണ് തന്റെ മതത്തിൽ വിശ്വസിക്കുന്ന ഒരു അനുയായിയായ പുരോഹിതന്റെ അടുക്കൽ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്, നീ ഇസ്ലാം സ്വീകരിക്കാൻ എവിടേക്ക് പോയിക്കോ? മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദിറിന്റെ അടുത്തേക്ക് പോയിക്കോ. അങ്ങനെ വന്നതാണ് ബഗ്ദാദിലേക്ക് ഞാൻ എന്ന് ഗൗസുൽ ആദമിന്റെ പ്രഭാഷണ സദസ്സിൽ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഈ പുരോഹിതൻ പറയുകയാണ്.